കർത്താവിനാൽ അനുഗ്രഹീതമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹവും വിലപ്പെട്ടതുമായ പകൽക്കാലത്തിന്റെ ഈ വേളയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാർക്കും സ്നേഹനിധിയായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവപാലവിടത്തിൽ ചേർന്ന് വന്ന് ശാന്തമായും സന്തോഷമായും ദൈവസന്നിധിയിലായിരിക്കാനും കർത്താവ് ചെയ്ത വിടുതലുകളെ ഓർത്ത് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് സ്തുതിസ്തോത്രങ്ങളെ അറിയിപ്പാൻ അർപ്പിപ്പാൻ മനസ്സ് കാണിക്കുന്ന ദൈവമക്കളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കുറഞ്ഞു പോകാതെ, ആരാധന കുറഞ്ഞു പോകാതെ, ദൈവത്തോടുള്ളതായ നന്ദിയും സ്തുതിയും കുറഞ്ഞു പോകാതെ നാൾക്ക് നാൾ അത് വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എല്ലാ നിലകളിലും നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനകളും ആത്മീയ കൂട്ടായ്മകളും കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളിൽ ദൈവം നമുക്ക് പ്രദാനം ചെയ്തു. അതിൽ കടന്നു വന്ന് സംബന്ധിക്കുവാൻ ഉത്സാഹം കാണിച്ച ഭവനങ്ങളുടെ വിടുതലിനു വേണ്ടി ദൈവസന്നിധിയിൽ സഭയ്ക്കുടെ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ചേർന്ന് വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി ആത്മീയ കൂട്ടായ്മകൾക്കുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും ലഭിക്കപ്പെടുന്ന അവസരങ്ങൾ അത് തക്കത്തിൽ വിനിയോഗിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞായറാഴ്ചത്തെ ഒരു ആരാധന കൊണ്ട് മാത്രം നാം തൃപ്തിപ്പെടുന്നവരായി തീരാതെ ഒരുപക്ഷെ നമുക്ക് ആത്മീകമായി ആത്മീക വർധനയ്ക്ക് ഉതകുന്ന തരത്തിലുള്ളതായ മറ്റ് പല അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാണ്. എങ്കിലും സഭയുടെ കൂട്ടായ്മകൾ, ഞായറാഴ്ചത്തെ ആരാധനകൾ മാത്രമല്ല, മറ്റുള്ള കൂട്ടായ്മകളും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓർത്ത്, അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും, അത് ഭവനത്തിൽ വെച്ചുള്ളതാണെങ്കിലും ആലയത്തിൽ വെച്ചുള്ളതാണെങ്കിലും അല്ലെ, കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അതിൽ സംബന്ധിക്കുവാനും ദൈവമക്കൾ ഉത്സാഹം കാണിക്കണമെന്ന് ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ എത്രത്തോളം ജയോത്സകരമായി നടത്തി, ആ ദൈവത്തിന്റെ സ്നേഹത്തിന് ഹല്ലേലൂയ എല്ലാ തരത്തിലുമുള്ളതായ നന്ദിയും എല്ലാ ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നമുക്ക് വായിപ്പാനിടയായത്. ആ സങ്കീർത്തനത്തിന്റെ ആരംഭവാചകം ശ്രദ്ധിക്കുമ്പോൾ ഇതൊരു പ്രതികാരത്തിന്റെ സങ്കീർത്തനമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുവാനായിട്ട് കഴിയും. എങ്കിലും അതിന്റെ ഉള്ളടക്കം പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയുള്ളതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ചിന്തിപ്പിക്കുന്നതായ ഈടുറ്റ ചിന്തകളൊക്കെ ഇതിനകത്ത് കോർത്തിണക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവവചനം വായിക്കുവാനും വചനത്തിലൂടെ ലഭ്യമാകുന്ന ദൈവശബ്ദത്തിന്റെ മുമ്പിൽ അല്ലെ സന്തോഷം പ്രാപിക്കുവാനും ധൈര്യപ്പെടുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനെ ഏൽപ്പിച്ചതായ ചിന്ത പങ്കുവെക്കുവാൻ ഒരു കുറിവാക്യം ഈ ഭാഗത്തുനിന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 94-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യം ഒരാൾക്ക് ദൈവസന്നിധിയിൽ ശബ്ദമുയർത്തി വായിക്കാം. യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ദൈവവചനത്തിൽ വായിച്ചത് നമ്മെ തള്ളിക്കളയാത്ത ഒരു ദൈവം, 2 കൈവിടാത്ത ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. ആരെയാണ് ദൈവം തള്ളിക്കളയാത്തത്? തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല. കൈവിടാത്തത് തന്റെ അവകാശത്തെ കൈവിടുകയില്ല. തള്ളിക്കളയാൻ ദൈവം തുനിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. ഇതിനു മുമ്പ് മറ്റൊരു സങ്കീർത്തനം വായിച്ചപ്പോൾ എന്റെ ഓർമ്മ ശരിയെങ്കിൽ 51-ാം സങ്കീർത്തനത്തിൽ നാം ആ ഭാഗം ചിന്തിച്ചതാണ്. യഹോവേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. തള്ളിക്കളയാൻ ദൈവം തുനിഞ്ഞാൽ, തീരുമാനിച്ചാൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് എന്ന് അന്നത്തെ ചിന്തയിൽ ഞാൻ ഓർപ്പിച്ചത് കൊണ്ട് ആ ഭാഗം ഞാൻ വെട്ടിച്ചുരുക്കി അതിന്റെ 2-ാമത്തെ ഭാഗത്തേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നു. തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. തന്റെ അവകാശത്തെ ദൈവം കൈവിടത്തില്ല. ഹല്ലേലൂയ. അതിനുവേണ്ടിയല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്, അതിനുവേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന, വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരായിരുന്ന, ഈ പദവിയിലേക്കോ ഈ കൃപയിലേക്കോ എത്തി നോക്കുവാൻ അവകാശമില്ലാതിരുന്നതായ ഒരു കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സമൂഹം നമ്മെ വേലുകെട്ടി അകറ്റി നിർത്തിയ ഒരു കാലയളവുണ്ട്. വല്ല പ്രമാണം നമ്മെ അകറ്റി നിർത്തിയ ഒരു കാലയളവ്
കാലയളവുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അങ്ങനെയുള്ളതായ കാലയളവിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ പോലും, കുനിഞ്ഞു നോക്കുവാൻ പോലും, ആരാധന കണ്ട് അല്ലെങ്കിൽ കേട്ട് അത് തൃപ്തി അടയാൻ പോലും കഴിവില്ലാതിരുന്നതായ ഒരു കാലയളവ് നമുക്കുണ്ടായിരുന്നു. അർത്ഥാൽ മനുഷ്യൻ പാപിയായിരുന്നത് കൊണ്ട് പാപിയായ മനുഷ്യന് വിശുദ്ധനായ ദൈവത്തോടോ ദൈവവിശുദ്ധിയുടേതായ ആ ഒരു നിലവാരത്തിൽ നിൽക്കുന്ന ദൈവസന്നിധിയോടോ അടുക്കുവാൻ കഴിയാതിരുന്ന ഒരു കാലയളവുണ്ട്. പഴയ നിയമ ആരാധന നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, സാധാരണക്കാരായ മനുഷ്യർക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരാനുള്ള, പ്രവേശിക്കുവാനുള്ള അനുവാദമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം എഴുന്നള്ളി വസിക്കുന്ന സ്ഥലമായി ദൈവം പണിയപ്പെട്ടതായ, ദൈവം പണിയാൻ അവകാശം കൊടുത്ത് മാതൃക കാണിച്ച ഒരു പ്രത്യേക സംവിധാനം ഇസ്രായേലിന്റെ ജീവിതയാത്രയിൽ, മരുഭൂപ്രയാണ യാത്രയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്ന വസ്തുതയാണ്. 40 വർഷം അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ദൈവം അവരോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഇടയിൽ എഴുന്നള്ളി വസിക്കുവാൻ നിങ്ങളൊരു വിശുദ്ധ കൂടാരം ഉണ്ടാക്കണം. അതിന്റെ പേരത്രേ സമാഗമന കൂടാരം. അതിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അല്ലെങ്കിൽ പ്രാകാരം, പരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. പ്രാകാരത്തെ 2 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. പുരുഷന്മാരുടെ പ്രാകാരവും സ്ത്രീകളുടെ പ്രാകാരവും. അത് തമ്മിൽ കാണാൻ കഴിയാത്ത നിലകളിൽ അതിനെ ഒരു മറ കൊണ്ട് അത് വേർതിരിച്ചിട്ടുണ്ട്. ഈ പ്രാകാരത്തിൽ വന്ന് നിന്ന് അതൊക്കെ കേട്ടുപൊക്കോണം. ഹല്ലേലൂയ. എല്ലാം കാണാനുള്ളതായ അനുവാദമില്ല. വിശുദ്ധ സ്ഥലത്തോ അതിപരിശുദ്ധ സ്ഥലത്തോ പ്രവേശിക്കാൻ സാധാരണക്കാരനായ മനുഷ്യൻ അനുവാദമില്ല. വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ മാത്രം പ്രവേശിക്കേണ്ടവരാ. എല്ലാ പുരോഹിതന്മാർക്കും എല്ലായ്പ്പോഴും അവിടെ പങ്കെടുക്കാൻ കഴിയുകയില്ല. ഇസ്രായേലിൽ പുരോഹിതന്മാരുടെ എണ്ണം കൂടിയപ്പോൾ 24 കൂറായിട്ട് അതിനെ തിരിച്ചു. ദൈവത്തിന് സ്തോത്രം. 24 കൂറുകളായി തിരിച്ച പുരോഹിതന്മാർക്ക് ഒരു വർഷത്തിന്റെ 12 മാസങ്ങളിൽ ഒരു കൂറിലുള്ളതായ പുരോഹിതന് 15 ദിവസങ്ങൾ മാത്രമേ ആലയത്തിൽ ശുശ്രൂഷിക്കാൻ അവകാശമുള്ളൂ. 15 ദിവസം. ദൈവത്തിന് സ്തോത്രം. 12 മാസങ്ങളാകുമ്പോൾ 15 ദിവസമേ ഒരു കൂറിന്റെ കീഴിലുള്ളതായ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയുകയുള്ളൂ. ആ കൂറിൽ എത്ര പുരോഹിതന്മാരുണ്ടോ അവരുടെ പേര് എഴുതി നറുക്കിട്ടാണ് ഈ 15 ദിവസങ്ങളിൽ ആരൊക്കെ ശുശ്രൂഷിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അത് നമുക്ക് തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അബിയാക്കൂറിൽ സഖരിയാ പുരോഹിതന് ആലയത്തിൽ ശുശ്രൂഷിപ്പാനുള്ള നറുക്കു വീണു. ആ അബിയാക്കൂറുള്ള പുരോഹിതന്മാരുടെ പേരെഴുതി ആ നിലകളിൽ ചീട്ടിട്ടപ്പോൾ ആ അബിയാക്കൂറിലെ സെക്കരിയ പുരോഹിതനാണ് അതിനുള്ള ഭാഗ്യം കൈവന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞത്, പ്രാകാരത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വന്ന് ആരാധന കണ്ടോ കേട്ടോ അവർക്ക് അനുഭവിച്ചു പോകാൻ കഴിയുമ്പോൾ ആ എല്ലാ പുരോഹിതന്മാർക്കും ആലയത്തിന്റെ വിശുദ്ധ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഈ സമാഗമന കൂടാരത്തിന്റെ ഈ പരിശുദ്ധ സ്ഥലത്ത് എല്ലായ്പ്പോഴും പ്രവേശിക്കാൻ അനുവാദമില്ല. നറുക്കു വീഴുന്ന പുരോഹിതന് മാത്രമേ അതാത് ടൈമിനകത്ത് അവിടെ ചെല്ലാനുള്ള ഒരു അവസരമുള്ളൂ. ഇനി അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, യഹോവയുടെ സാന്നിധ്യം എഴുന്നള്ളി വസിക്കുന്ന, ആ പെട്ടകം ഇരിക്കുന്ന, അഭിമുഖമായി കെരൂബുകൾ നോക്കി നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് മഹാപുരോഹിതന് മാത്രമേ പ്രവേശിപ്പാൻ അനുവാദമുള്ളൂ. അതും എപ്പോഴുമില്ല, വർഷത്തിൽ ഒരിക്കൽ. അതും പ്രത്യേക ദിവസമുണ്ട്. മഹാപാപ പരിഹാര ദിവസം മാത്രം തന്റെയും തന്റെ ജനത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി ഒരാൾക്ക് മാത്രമേ അവിടെ ചെല്ലുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളതായ ആരാധനകളും ആരാധന സമ്പ്രദായങ്ങളും ഒക്കെ പഴയ നിയമത്തിൽ നിലനിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം കൃപാസനം വരെയും അടുത്തു ചെല്ലാൻ സാധാരണക്കാരനായ ജനങ്ങൾക്ക് രക്ഷിക്കപ്പെട്ട ദൈവകൃപ പ്രാപിച്ച് പെസഹായും ചോരത്തെളിയും ആചരിച്ച് ദൈവികമായ വിടുതൽ പ്രാപിച്ചതായ ഏത് ദൈവവൈതലിനും ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനുള്ള ഒരു പുതുവഴി തുറന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയാണ്. എബ്രായർ 4:16 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനം വരെ ചെല്ലാം. ദൈവത്തിന് സ്തോത്രം. ഇന്നലകൾ വരെ പഴയ നിയമ ആരാധനയിൽ പ്രാകാരത്തിൽ വരെ വന്നു നിന്നുകൊണ്ട് അത് കണ്ട് കേട്ട് മനസ്സിലാക്കി പോകുമ്പോൾ അതിനപ്പുറത്തേക്ക് ഹല്ലേലൂയ വിശുദ്ധ സ്ഥലത്തേക്കോ ഏറ്റവും പ്രാധാന്യമുള്ള പരിശുദ്ധ സ്ഥലത്തേക്കോ പ്രവേശിപ്പാൻ കഴിയാതെ ഇരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെ
യേശുക്രിസ്തുവിന്റേതായ രക്തം ചിന്തിയോടുകൂടെ അതിൽ വിശ്വസിച്ച് ഹല്ലേലൂയ പാപക്ഷമ പ്രാപിക്കുന്ന ഏത് ദൈവ പൈതലിനും കൃപാസനം വരെ ചെല്ലാനുള്ള ഒരവകാശം ദൈവം തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഒരു അവകാശം എനിക്ക് ലഭിച്ചു എന്ന് ഹൃദയത്തിൽ നിർണയമുള്ളവർ ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കുമോ? ഹല്ലേലൂയ. പഴയ നിയമ ആരാധനയുടെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇന്നും ആയിരിക്കുന്നത് എന്ന് തോന്നിയാൽ നമുക്കൊരു പക്ഷേ അത് പ്രാപിപ്പാൻ കഴിയത്തില്ല. പക്ഷെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, അതിനുള്ള സൗഭാഗ്യം എനിക്ക് തന്നു. എന്നെ വീണ്ടെടുത്ത് ആ കൃപയിൽ ദൈവം എന്നെ ആക്കി കൃപാസനം വരെ ചെന്ന് പ്രാർത്ഥിക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. പഴയ നിയമത്തിൽ ജനത്തിന്റെ പാപങ്ങൾ ഏറ്റുപറയാൻ ദൈവം വെച്ചിരുന്നത് ഒരു പുരോഹിതനെയാ, ദൈവത്തിന് സ്തോത്രം, ഒരു മധ്യസ്ഥനെയാ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ലാതെ ഏതു മനുഷ്യനും അവരവരുടേതായ തെറ്റുകൾ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ക്ഷമ പ്രാപിക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ ദൈവം ഒരു അവസരം തന്നു. ദൈവത്തിന് സ്തോത്രം. വചനഭാഗത്തേക്ക് ഞാൻ വരുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ വായിച്ചത് തന്റെ അവകാശത്തെ ദൈവം കൈവിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ അവകാശത്തെ അല്ലെ കൃപാസനം വരെ അടുത്തു ചെന്ന് ആരാധിക്കുവാൻ ദൈവം അല്ലെ വേർതിരിച്ചതായ ആ അവകാശത്തെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്താ ദൈവം നമ്മെ കൈവിടുകയില്ല എന്ന് പറയാനുള്ളതായ കാരണം? ദൈവത്തിന് സ്തോത്രം. 33-ാം സങ്കീർത്തനത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഈ അവകാശത്തോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിന്റെ ഒരു പ്രത്യേക ഒരു അനുഭവം 33-ാം സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കാം. അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടാണ് നമ്മെ ദൈവം കൈവിടാത്തത്? അവൻ എന്നെ അവകാശമായി തിരഞ്ഞെടുത്തു. സന്തോഷമുള്ള ദൈവമക്കൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. കർത്താവിനെ അവകാശമായി തിരഞ്ഞെടുത്തതാണ്. ഞാൻ എന്റെ കർത്താവിന്റെ അവകാശമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ വിടുവിച്ചതാണ്, കർത്താവിനെ വേർതിരിച്ചതാണ്. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിച്ചതല്ല, കർത്താവിന്റെ സ്നേഹം എന്നിലേക്ക് വന്നു, കർത്താവിന്റെ കൃപ എന്നിലേക്ക് ഹല്ലേലൂയ ചൊരിഞ്ഞു. കാണാതെ പോയ എന്നെ രക്ഷിക്കുവാൻ ഞാൻ ആയിരുന്ന ഇടത്തേക്ക് ആ ക്രൂശിലെ സ്നേഹം കടന്നു വന്നു. ഹല്ലേലൂയ. എന്നെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്റെ കുലത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ ദേശത്ത്, എന്റെ ഹല്ലേലൂയ കൂടപ്പിറപ്പുകളുടെ ഒക്കെ നടുവിൽ ഇടയിൽ വെച്ച് എന്നെക്കാൾ പ്രാപ്തി കൊണ്ടും ഹല്ലേലൂയ അഭിമാനിക്കുന്ന അല്ലെ സമൂഹം ആദരിക്കുന്ന പലരും ഉണ്ടായിരിക്കെ ഹല്ലേലൂയ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത് അല്ലെ കർത്താവിന്റെ പ്രത്യേക ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാ. ഉദ്ദേശം എന്താണെന്ന് ഞാൻ പുനർകാലേ ഞാൻ ഓർപ്പിക്കാം. ഹല്ലേലൂയ. ആ ഉദ്ദേശത്തോടുകൂടെ ദൈവം എന്നെ തിരഞ്ഞെടുത്തത് തന്റെ അവകാശമായിരിക്കാനാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും നന്നായി നല്ലവണ്ണം അറിയണം, ഞാൻ എന്റെ യേശുവിന്റെ അവകാശമാ. ദൈവത്തിന് സ്തോത്രം. അവകാശത്തെ അത് വീണ്ടെടുത്തവന്റെ കരങ്ങളിൽ ഇരിക്കുന്നിടത്തോളം കാലം ആർക്കും അതിനെ ഹല്ലേലൂയ പിടിച്ചു പറിപ്പാൻ കഴിയുകയില്ല. ഞാൻ എന്റെ യേശുവിന്റെ അവകാശമാണെന്ന് നിർണയമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഞാൻ എന്റെ യേശുവിന്റെ അവകാശമാ. ദൈവം എന്നെ തെരഞ്ഞെടുത്തതാ. ഒരു സുപ്രഭാതത്തിൽ മേപ്രായിൽ ഒരു ആരാധന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ദൈവമക്കളൊക്കെ കടന്നു വരുന്നല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടെ ഇതിനകത്ത് വന്നവർ ഒരു പക്ഷേ തുലോം ചുരുക്കമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം വ്യക്തമായ നിർണയം നൽകി, വ്യക്തമായി ദൈവം തിരഞ്ഞെടുത്ത് ദൈവാത്മാവിന്റെ ഇടപെടൽ പല ആവർത്തി ഉണ്ടായി, പല ദൈവദാസന്മാരിലൂടെ ഉണ്ടായി. ചിലപ്പോൾ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ദൈവം നമ്മെ വിടുവിച്ചു. മാത്രമല്ല ആ കാലങ്ങളിൽ ദൈവത്തോട് നാം പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എവിടെ ആരാധിക്കണം, എവിടെ പോകണം എന്ന് ചോദിച്ചപ്പോ വ്യക്തമായി ദൈവം ധാരണകൾ നൽകി, ദൈവിക വെളിപ്പാട് ദർശനവും നൽകി. ദൈവം നമ്മെ കൊണ്ടുവന്നത് ഓർത്ത് ദൈവത്തെ നാം സ്തുതിക്കണം. വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തടിപ്പിച്ച മനുഷ്യൻ. അപ്പോൾ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവം തിരഞ്ഞെടുത്തവരാ. ഒരു പക്ഷേ നാം രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചപ്പോൾ ഉപയോഗിച്ചത് ദൈവം ഒരു ദൈവദാസനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാവം പിടിച്ച വിശ്വാസിയായിരിക്കാം, ഒരു സഹോദരനെയോ സഹോദരിയായിരിക്കാം. അവർ നിമിത്തമായിരിക്കാം നാം ഈ ആരാധനയ്ക്ക് അകത്ത് കടന്നു വന്നത്. എങ്കിലും ഇന്ന് പകൽ ഓർത്തുകൊള്ളട്ടെ, അല്ലെ അവരല്ല എന്നെ തെരഞ്ഞെടുത്തത്, അവരല്ല എന്നെ വിളിച്ചത്. അവർ മാനുഷിക വിളികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനേക്കാൾ അപ്പുറമായി
എന്നെ വിളിച്ച ഒരു കർത്താവുണ്ട്, എന്നെ വേർതിരിച്ച ഒരു കർത്താവുണ്ട്. ആ ദൈവം എന്നെ വിളിച്ചത് കൊണ്ട്, ആ ദൈവം എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ ഇതിനകത്ത് വന്നത് എന്നുള്ളൊരു നിർണയം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ദൈവമക്കളെ, യഹോവ ഒരു അവകാശമായി നമ്മെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്തിനാ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 14-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്, ഈ അവകാശമായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാ? വായിക്കാം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. അടുത്തത്, ഭൂലോകത്തിലുള്ള സകല ജാതികളിലും തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അനേക ജാതികളുണ്ട്, അനേക വർഗങ്ങളുണ്ട്, അനേക നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ നടുവിൽ വെച്ച്, അവരുടെയൊക്കെ ഇടയിൽ വെച്ച് ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം ഇതാണ്: തനിക്കൊരു സ്വന്തം ജനമായിരിക്കുവാൻ. ഞാൻ എന്റെ കർത്താവിന് പ്രിയനാണെന്ന്, ഞാൻ എന്റെ കർത്താവിന് പ്രിയനാണെന്ന്, ഞാൻ അവന്റെ വകയാണെന്ന് ഒരു വലിയൊരു വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആർക്കും ഒരുപക്ഷെ ഈ ഭൂമിയിൽ ഇഷ്ടനല്ലെങ്കിലും എന്റെ കർത്താവിന് ഞാൻ ഇഷ്ടനാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ള ഒരു ചിന്തയകത്തുണ്ടെങ്കിൽ ദൈവമക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ ധൈര്യപ്പെടാനായിട്ട് വകയുണ്ട്. ഈ ഭൂമിയിൽ എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവരും നമ്മോട് യോജിക്കണമെന്നില്ല. ഹല്ലേലൂയ. നാം പാർക്കുന്നതായ ദേശത്ത്, ഹല്ലേലൂയ, നാം ആയിരിക്കുന്ന ജോലി സ്ഥാനങ്ങളിൽ എല്ലാവരുടെയും പ്രീതി ഒരുപക്ഷെ നമുക്ക് ലഭിക്കണമെന്നില്ല. എങ്കിലും ഇന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ, എന്റെ കർത്താവിനെ ഇഷ്ടപ്പെടുന്നു, എന്റെ ശബ്ദം കേൾക്കാൻ എന്റെ ദൈവം ഇഷ്ടപ്പെടുന്നു. അല്ലെ, ഞാൻ സംസാരിക്കുന്നത്, ഹല്ലേലൂയ, എന്റെ കർത്താവ് ഇഷ്ടമാണ്. സങ്കീർത്തനത്തിലെ ഒരു വാക്യമുണ്ടല്ലോ, ഞാൻ സംസാരിക്കുമ്പോഴൊക്കെയും അവർ. ഹല്ലേലൂയ. ഒരുപക്ഷെ എന്റെ സംസാരം എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിലും ഞാൻ സംസാരിക്കുന്ന കേൾക്കാൻ എന്റെ കർത്താവിന് ഇഷ്ടമാണ്. കാരണം അവൻ എന്റെ അവകാശമാ. ദൈവത്തിന് സ്തോത്രം. അവൻ എന്റെ അവകാശമാ. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് എന്നേക്കാൾ നല്ല ജാതികളൊക്കെ ഒത്തിരിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അവരെ ആരെയും തെരഞ്ഞെടുക്കാതെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തത്, അല്ലെ ഈ ഒരു പ്രത്യേക ജാതിയായിരിക്കാൻ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തത് ഒരു വിശുദ്ധ ജനമായിരിക്കാൻ, ഒരു വിശുദ്ധ പ്രജ ഈ ഭൂമിയിൽ ഉടലെടുക്കാൻ വേണ്ടിയാണ് കർത്താവ് എന്നെ തെരഞ്ഞെടുത്തത്. ദൈവത്തിന് സ്തോത്രം. എന്റെ യോഗ്യതയല്ല കർത്താവ് നോക്കിയത്, എന്റെ ജീവിതത്തിന്റെ പോരായ്മയല്ല കർത്താവ് നോക്കിയത്. യാക്കോബിനെ ദൈവം തെരഞ്ഞെടുത്തു, ആ വിശുദ്ധ അംശത്തെ ദൈവം തെരഞ്ഞെടുത്തു, യാക്കോബിനെ അവകാശമായി തെരഞ്ഞെടുത്തു എന്ന് അല്ലെ പറയുന്ന ഒരു ഭാഗം വേദപുസ്തകത്തിലുണ്ട്. ഈ ആവർത്തന പുസ്തകത്തിൽ തന്നെ 32-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന്റെ യഹോവയുടെ അംശം, ശ്രദ്ധിച്ചു കേൾക്കണം, യഹോവയുടെ അംശം അവന്റെ ജനം, യാക്കോബ് അവന്റെ. ഞാൻ വേദഭാഗം വായിച്ചപ്പോൾ ഇസ്രായേൽ അവന്റെ അവകാശം എന്നല്ല എഴുതിയത്, യാക്കോബ് അവന്റെ അവകാശം. നമ്മൾ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഓടി വരുന്ന ഒത്തിരി ചിന്തകളുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ആശയങ്ങളുണ്ട്. യാക്കോബിനെ കുറിച്ച് 4 കാര്യം പറയാൻ പറഞ്ഞാൽ ആ 4 കാര്യം പറയുന്നതിനകത്ത് 3 കാര്യവും അവന്റെ പോരായ്മകളാ പറയാനുള്ളത്. അതങ്ങനെ ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം. എങ്കിലും ഞാൻ വേദഭാഗം വായിച്ചപ്പോൾ സന്തോഷിച്ച ഒരു കാര്യം, യാക്കോബിനെയും തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ യാക്കോബിനെയും ഒരുപക്ഷെ മനുഷ്യൻ പഴി ചുമത്തുന്ന, ആ ഉപായിയായിരിക്കുന്ന, ആ ചതിയനായിരിക്കുന്ന, ആ കബളിപ്പിക്കുന്ന സ്വഭാവമുള്ള ആ യാക്കോബിനെയും ഒരവകാശമായി തിരഞ്ഞെടുത്ത ആ ദൈവത്തെ ഓർത്തു ദൈവത്തെ സ്തുതിക്കണം. ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഇന്നു പകൽക്കാലം പറയണം, ആ യാക്കോബിനെ തിരഞ്ഞെടുത്തതുപോലെ എന്നെയും കർത്താവ് തിരഞ്ഞെടുത്തു. ആ യാക്കോബിനേക്കാൾ ഒട്ടും വിശേഷത നമുക്ക് ഉണ്ടായിട്ടല്ല, പോരായ്മകൾ ഒത്തിരി ഉണ്ടെങ്കിലും എന്നെ ദൈവം തിരഞ്ഞെടുത്തെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തെ ആ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആ ഇസ്രായേൽ അവന്റെ അംശമാണ്, യാക്കോബ് അവന്റെ അവകാശമാണ്. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം പോരായ്മയുണ്ടെങ്കിലും, ഹല്ലേലൂയ, ദൈവമക്കളെ, ഇതൊന്നും കർത്താവിനെ അറിയാത്തത് കൊണ്ടല്ല.
ഈ സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പാപിനിയായ ഒരു സ്ത്രീ കർത്താവിന്റെ അടുത്ത് വന്ന് അവൾ കർത്താവിന്റെ പാദം കണ്ണുനീര് കൊണ്ടൊക്കെ നനച്ച് താൻ കൊണ്ടുവന്ന ആ വിലപ്പെട്ട തൈലം കർത്താവിന്റെ ജീവിതത്തിലേക്ക് ശരീരത്തിലേക്കൊക്കെ ഒഴിച്ച് തന്റെ തലമുടി കൊണ്ടൊക്കെ കാല് തുടച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പറഞ്ഞ ഒരാശയമുണ്ട്, ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ ഒന്ന് വിവേചിച്ചേനെ ഒന്ന്. ഹല്ലേലൂയ. ഇവൾ ആരാണെന്നുള്ളത് വിവേചിച്ചേനെയാണ്. ദൈവമക്കളെ, അവൾ ആരാന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അവളുടെ കണ്ണുനീര് വീഴുമ്പോ കർത്താവിനറിയാം അവളുടെ പാപം അലിഞ്ഞലിഞ്ഞിറങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരത്തിന്റെ ഒരു വലിയ തെളിവായിട്ടാ ആ ഒഴുകുന്ന ഓരോ തുള്ളി കണ്ണുനീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിവർന്നു നിൽക്കുവാൻ ത്രാണിയില്ലാതെ അവൾ ഒഴുക്കുന്ന അവിടെ കണ്ണിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന ഓരോ കണ്ണുനീരും അവിടെ അനുതാപത്തിന്റെ കണ്ണുനീരാ, അവിടെ മാനസാന്തരത്തിന്റെ കണ്ണുനീരാ, ഒരു പാപക്ഷമയ്ക്ക് വേണ്ടിയുള്ള ഒരു യാചനയുടെ കണ്ണുനീരാ. അത് തമ്പുരാൻ കണ്ടു. ഹല്ലേലൂയ. കർത്താവ് അതുകൊണ്ടാണ് ആ വിഷയം ന്യായീകരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ കാര്യത്തിൽ ഈ ശീമോൻ എന്ന് പറയുന്ന ആ കുടുംബക്കാരൻ, ആ ഭവനത്തിന്റെ ഉടമസ്ഥനാണ് ആ കാര്യം പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, ശീമോനെ, ഞാൻ ഈ വീട്ടിൽ വന്നപ്പോ നീ എന്റെ കാല് കഴുകയില്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നീ എനിക്ക് പ്രൈസലോട് തന്നില്ല, നീ എനിക്ക് ഒരു ചുമ്മനം തന്നില്ല, ഹല്ലേലൂയ, സന്തോഷത്തോടെ എന്നെ ഒന്ന് സ്വീകരിച്ചില്ല. പക്ഷേ ഇവൾ വന്നപ്പോ മുതല് എന്റെ പാർവീട നനച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നീ നിന്റെ സ്വാർത്ഥതയിൽ നിന്ന് തികഞ്ഞവനാണെന്നുള്ളതായ ഒരു മനോഭാവത്തോടെ ഇരിക്കുമ്പോ, ഹല്ലേലൂയ, ഞാൻ പറയുന്നതിൽ പിണക്കം തോന്നരുത്. ഒരു സ്തോത്രം പറയാതെ, ഹല്ലേലൂയ, ദൈവത്തെ ഒന്ന് സ്തുതിക്കാതെ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താതെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ വായും പൂട്ടിയിരിക്കുമ്പോ, ഹല്ലേലൂയ, ഇവൾ കണ്ണുനീരുകൊണ്ട് എന്റെ പാറവീടം നനച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്കറിയാം ഇവൾ ആരാണെന്നും നീ ആരാണെന്നും. ദൈവമക്കളെ, കർത്താവിനെ നമ്മൾ വിവേചനമൊന്നും പഠിപ്പിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ വിവേചിക്കാൻ അറിയാം. ഹല്ലേലൂയ. നാം പൊടിയെന്ന് ഓർക്കണമേ നമ്മൾ പറയുമ്പോഴും നമ്മൾ പൊടിയാണോ എന്നുള്ളത് കർത്താവിന് അറിയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പറയുന്ന വാക്കിനകത്തൊന്നും താഴ്ത്തിയില്ലെങ്കിലും, ഹല്ലേലൂയ, ആ പാപിയായ മനുഷ്യനെ പോലെ, ചുങ്കക്കാരനെ പോലെ ഒത്തിരി പറഞ്ഞില്ലെങ്കിലും ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അതിനകത്തൊരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ പാപക്ഷമ തരാനും നീതീകരണം തരാനും കരുണ കാണിക്കാനും എന്റെ ദൈവം വിശ്വസ്തന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുതാപമില്ലാത്ത അതിരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന 1000 വാക്കിനേക്കാൾ അനുതാപമുള്ള അതിരത്തിൽ നിന്ന് വീഴുന്ന ഒരു വാക്കിനാ ദൈവം വില കൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്തു അവകാശമായിരിക്കാൻ. ഈ യാക്കോബിനെ ഒരവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ സമൂഹം വിരൽ ചൂണ്ടാത്ത വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കാമായിരുന്നല്ലോ. ഹല്ലേലൂയ. ഈ ഉപായിയായിരിക്കുന്ന, ഈ കബളിപ്പിക്കപ്പെടുന്ന സ്വഭാവമുള്ള, ഈ നിലയിൽ ഒരു ഇടുങ്ങിയ ചിന്താഗതികളുള്ള ഇവനെ തിരഞ്ഞെടുത്തിട്ട് വേണോ ദൈവത്തിനൊരു വിശുദ്ധ പ്രജ ഉളവാക്കാൻ? മറ്റാരെങ്കിലും യോഗ്യന്മാരായിരിക്കുന്നവരെ തെരഞ്ഞെടുത്തുകൂടെ? ഹല്ലേലൂയ. യാക്കോബ് അത് പറഞ്ഞില്ല, പക്ഷെ മോശ അത് പറഞ്ഞു. മോശ പറഞ്ഞു, കർത്താവേ, നീ എന്നോട് സംസാരിച്ച ശേഷവും എന്റെ ആ ബലഹീനത ഒന്നും വേണ്ടതുപോലെ എന്ത് ചെയ്തിട്ടില്ല, മാറിയില്ല. നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കർത്താവ് പറഞ്ഞു, വേണ്ട, തെരഞ്ഞെടുത്തത് ഞാനാ, അറിഞ്ഞോണ്ടാ തെരഞ്ഞെടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒത്തിരി കണ്ണുനീരൊഴുക്കാറുണ്ട്. ഞാൻ അറിഞ്ഞോണ്ടാ. 4 വാക്ക് പറഞ്ഞു ഒപ്പിക്കാൻ അറിയത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പോരായ്മയും നിന്റെ വൈകല്യവും ഒരു പക്ഷേ ആരേക്കാൾ കൂടുതൽ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. യാക്കോബേ, നിന്റെ അമ്മയുടെ ഉള്ളത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് നീ ആരാകുമെന്നും എവിടെ പോകുമെന്നും നിന്റെ ജീവിതം എന്താകുമെന്നൊക്കെ എനിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ടാ ഞാൻ നിന്നെ അവകാശമായി തിരഞ്ഞെടുത്തത്. പക്ഷെ കർത്താവിന് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. ഹല്ലേലൂയ. പാപിണിയായ മഗ്ദലക്കാരി മറിയോട് പറഞ്ഞ ഒരു കാര്യം, സ്ത്രീയെ, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ, ആരും കൈവറിഞ്ഞില്ല. കർത്താവിന്റെ മറുപടി, ഇനി മേലാൽ
ഇന്നലകളിലെ അല്ല ഞാൻ നോക്കുന്നത്. ഇനി മേല നീ ഒരു ദൈവകൃപയാ പ്രാപിച്ച ശേഷം, നീ ഒരു ദൈവവൈതലായി തീർന്ന ശേഷം, എന്റെ പാരപീഠത്തിൽ നീ മുഴങ്കാൽ മടക്കിയ ശേഷം, ഞാനും നീയുമായി ഒരാത്മബന്ധത്തിൽ വന്ന ശേഷം, ഇനി മേലാൽ വിരൽ ചൂണ്ടാൻ ഒരു ഇട നീ കൊടുക്കരുത്. ഹല്ലേലൂയ. വിരൽ ചൂണ്ടാൻ ഒരു ഇട കൊടുക്കരുത്. ഹല്ലേലൂയ. ലോകം വിരൽ ചൂണ്ടുവാൻ, ചുറ്റുപാടുകൾ വിരൽ ചൂണ്ടുവാൻ, അല്ലെ നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ വിരൽ ചൂണ്ടുവാൻ, നിനക്ക് മീതെയുള്ളവരോ നിനക്ക് താഴെയുള്ളവരോ വിരൽ ചൂണ്ടാൻ നീ ഇട കൊടുക്കരുത്. ഹല്ലേലൂയ. യാക്കോബിനെ ദൈവം അവകാശമായി തെരഞ്ഞെടുത്തു. യാക്കോബിനെ അവകാശമായി തെരഞ്ഞെടുത്തപ്പോ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ കർത്താവ് പറയുകയാ, ഞാൻ ഹല്ലേലൂയ നിന്റെ അവകാശം, ഞാൻ നിന്നെ അവകാശമായിട്ട് എന്ത് ചെയ്തതാ, തെരഞ്ഞെടുത്തതാ. അങ്ങനെ ഈ അർഹതയില്ലാത്ത സ്ഥാനത്ത്, അല്ലെ ഒരു യോഗ്യതയും പറയാനില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്നെ അവകാശമായി തെരഞ്ഞെടുത്തു എന്ന് യാക്കോബ് അറിഞ്ഞപ്പോ, അല്ലെങ്കിൽ ദൈവവൈതൽ അറിഞ്ഞപ്പോ, ദൈവവൈതൽ തിരിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട്. 16-ാം സങ്കീർത്തനത്തിൽ നിന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിന്റെ 5-ാമത്തെ വാക്യം, 16-ന്റെ 5-ാമത്തെ വാക്യം. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ എന്റെ അവകാശമാന്ന് പറഞ്ഞപ്പോ ഉണ്ടല്ലോ, തിരിച്ചു പറയാ, കർത്താവ് നീ എന്റെ അവകാശമാണ്. ഹല്ലേലൂയ. എന്റെ അവകാശത്തിന്റെയും എന്റെ പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ പരസ്പര പൂരകമായിരിക്കുന്ന ആ ഒരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. കർത്താവ് ഒരു ദൈവവൈതലിനെ നോക്കി പറയുക, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, നീ എന്റെ അവകാശമാണ് എന്ന് പറയുമ്പോ ആ ദൈവവൈതൽ തിരിച്ചു പറയുക, കർത്താവേ നീ എന്റെ അവകാശമാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ അവകാശമുള്ള ദൈവവൈതലേ, നിനക്ക് വേദപുസ്തകത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒത്തിരി വാക്തത്വങ്ങളുണ്ട്. എല്ലാം എടുത്ത് ഓർപ്പിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല. എങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ, അവകാശമുള്ള ഒന്നിനെയും തുടരുതെന്ന് ദൈവത്തിന്റെ കൽപ്പനയാ. ദൈവത്തിന് സ്തോത്രം. അവകാശം ദൈവത്തിനാണെങ്കിൽ, നാം ദൈവത്തിന്റെ അവകാശമാണെങ്കിൽ, അവകാശമുള്ളതിനൊരു മുദ്രയുണ്ട്, അവകാശമുള്ളതിനൊരു അടയാളമുണ്ട്. ആ അടയാളമുള്ള ഒന്നിനെയും, അവകാശമുള്ള ഒന്നിനെയും തൊടാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ കുറിവാക്യം മറക്കരുത്. തന്റെ അവകാശത്തെ അവൻ എന്ത് ചെയ്യത്തില്ല, കൈവിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, ദൈവം ചില സമയത്ത് നമ്മെ കൈവിടും. ഹല്ലേലൂയ. ചില അവസരത്തിൽ ദൈവം നമ്മെ കൈവിടും. കൈവിടുമ്പോഴും കർത്താവിന്റെ ആ നോട്ടം നമ്മുടെ മേലുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. കൈവിടുമ്പോഴും ആ നോട്ടമുണ്ട്. ഇതാ ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്ന പുത്രനായ ക്രിസ്തുവിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് നിലവിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, അല്ല, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടോ. യഥാർത്ഥ പരിഭാഷ ഏതാ? നീ എന്നെ കൈവിട്ടോ എന്നല്ല, നീയും എന്നെ കൈവിട്ടോ. ദൈവത്തിന് സ്തോത്രം. അല്ലെ, കാലിത്തൊഴുത്തു മുതൽ കാൽവറി വരെയും താൻ കടന്നുപോയ പാതകളിൽ സ്വന്തമെന്ന് തനിക്കൊന്നും പറയാനില്ലാതിരുന്നപ്പോ, അല്ലെങ്കിൽ താൻ സ്നേഹിച്ചവരും തന്നെ സ്നേഹിച്ചവരും ഒക്കെ തന്നെ കൈവിട്ട് 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 ആ ഒരു കൈവിടലിന്റെ ഒരു അനുഭവത്തിലൂടെ മാത്രം ജീവിതം മുന്നോട്ട് പോയപ്പോ, ഒടുവിലായി ആ പുത്രൻ ഗെത്സമനാ തോട്ടത്തിലെ യാതനകളും വേദനകളും സഹിച്ച ആ ഗോൽഗോഥാവിൽ വെച്ച്, അല്ല, സ്വന്തം തോളിൽ തല ചായിച്ചുകൊണ്ട് പിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങും എന്നെ കൈവിട്ടോ. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ആ ഭാഗം ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ചിലപ്പോ ദൈവം നമ്മളെയും കൈവിടും. എന്താണെന്നറിയാമോ? ചില ദൈവ പദ്ധതികളുടെ പൂർത്തീകരണത്തിനു വേണ്ടി. ഹല്ലേലൂയ. ചില ദൈവ പദ്ധതികൾ പൂർത്തീകരിക്കാൻ യേശു എന്തിനു വേണ്ടിയായി ഭൂമിയിലേക്ക് കടന്നു വന്നത്? ആ ദൗത്യത്തിന്റെ പൂർത്തീകരണം നടക്കണമെങ്കിൽ പിതാവ് അവനെ കൈവിടണം. നിലവിളിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ. എങ്കിലും പെട്ടെന്ന് ഹല്ലേലൂയ ചേർത്ത് വെച്ച മറ്റൊരു വാചകം, എന്റെ ഇഷ്ടമല്ല. ഹല്ലേലൂയ. പലപ്പോഴും ദൈവമക്കളെ, നമ്മൾ കുടിക്കാതെ ഇത് മാറിപ്പോകയില്ല എന്ന് അറിയാം എങ്കിൽ കൂടെ ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വാചകങ്ങളുണ്ട്. കർത്താവേ, കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവവൈതലേ, നിനക്ക് വെച്ചിരിക്കുന്നതായ പാനപാത്രം നീ കുടിച്ചേ മതിയാകെയുള്ളൂ. അതിന്റെ മറ്റുവരെയും നീ വലിച്ചു കുടിച്ചേ മതിയാകെയുള്ളൂ. അത് ദൈവ നിർണയമാണ്, ദൈവത്തിന്റെ പ്ലാനാണ്. എങ്കിലും ഹല്ലേലൂയ, അത് എനിക്കുള്ളതാണ്, അത് ഞാൻ കുടിച്ചേ മതിയാവൂ എന്ന് അറിയാമെങ്കിൽ കൂടെ
ദൈവപുത്രനെ പോലെ പലപ്പോഴും നമ്മൾ അറിയാതെ നിലവിളിച്ചു പോകാറുണ്ട്. കഴിയുമെങ്കിൽ. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിന് പറയാനൊന്നുണ്ട്. ഹല്ലേലൂയ, എന്റെ കൃപ നിന്നെ താങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നീ കുടിച്ചേ മതിയാകെയുള്ളൂ. ഒരു നിമിഷത്തേക്ക് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ പോലും ആ നിലവിളി കേൾക്കാൻ കഴിയാതെ, എന്റെ വിശ്വാസം ഞാൻ പറയാം, ആ കാത് അടച്ചു കളഞ്ഞു കാണും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഗെത്സമന തോട്ടത്തിൽ നിന്ന് ആ ഇടറിയ സ്വരത്തോടു കൂടിയുള്ള നിലവിളികൾക്ക്, ആ കാൽവറിയിൽ കിടന്നുള്ള നിലവിളികൾക്ക് സ്വർഗം പോലും ഒരുപക്ഷെ ചെവി കാണുകയില്ല. കാരണം ഇത് സംഭവിച്ചേ മതിയാകുള്ളൂ. ഇത് ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. നിന്റെ വിളി പൂർത്തീകരിക്കണമെങ്കിൽ, അല്ല ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ അത് നീ അനുഭവിച്ചേ മതിയാകുള്ളൂ. ഒരു ലാസ്റ്റ്, ഹല്ലേലൂയ, ഒരു ട്രയംപ് പോലെ, ഒരു അവസാനത്തെ കഷ്ടത പോലെ അതിലൂടെ കേറി ഇറങ്ങിയെങ്കിലേ അങ്ങേ അറ്റത്തെത്തുവാൻ കഴിയുള്ളൂ. വിജയശ്രീലാളിതനായി അക്കരെ എത്തണമെങ്കിൽ, ഹല്ലേലൂയ, നീ അതിനകത്തൂടെ കടന്നേ മതിയാകും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എന്ന് പറയുന്നത് SSLCയുടെ സർട്ടിഫിക്കറ്റ് ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള ഒരു കാലയളവുണ്ട്. ഇന്ന് അതിനേക്കാൾ കൂടുതൽ +2ന്റെ ഒക്കെയാണ്. ഈ SSLCയുടെ സർട്ടിഫിക്കറ്റ് അവർ വാല്യബിൾ ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ 1ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങൾ എത്ര ഓണ പരീക്ഷ എഴുതുന്നുണ്ട്, എത്ര ക്രിസ്മസ് പരീക്ഷ എഴുതുന്നു, എത്ര വലിയ പരീക്ഷ എഴുതുന്നു, എത്ര ക്ലാസ് ടെസ്റ്റും യൂണിറ്റ് ടെസ്റ്റും എന്ന് വേണ്ട ടെസ്റ്റ് പേപ്പർ, അങ്ങനെ ഇഷ്ടംപോലെ പരീക്ഷയുണ്ട്. പക്ഷേ ദൈവവൈദ്യ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ SSLCയുടെ ആ അവസാനത്തെ മൂല്യനിർണയത്തിലൂടെ നീ കയറിപ്പോകേ മതിയാകുള്ളൂ. അതൊഴിച്ചു നിനക്കൊരു സർട്ടിഫിക്കറ്റ് ഇല്ല. അല്ല, 10 വരെ പഠിച്ചതുകൊണ്ട് ഞാൻ പാസ്സായെന്ന് പറയാൻ കഴിയുകയില്ല. നീ പാസ്സാകണമെങ്കിൽ അവസാനത്തെ നിമിഷങ്ങളിലൂടെ നീ തല ചായ്ച്ചേ മതിയാകുള്ളൂ. ഇന്ന് പക ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവവൈതലേ, സ്വർഗത്തിലെ ദൈവം തമ്പുരാനോട്, പിതാവായ ദൈവത്തോട് പുത്രനായ ക്രിസ്തു പ്രാർത്ഥിച്ചു, അങ്ങും എന്നെ കൈവിട്ടോ? അതൊരു മനുഷ്യത്വത്തിലാ ചോദിച്ചത്. അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്ന്, അങ്ങല്ലേ എന്നെ ഭൂമിയിലേക്ക് അല്ലെ അവതരിപ്പിക്കാൻ ഇടവരുത്തിയത്, അങ്ങല്ലേ കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ എന്നെ നടത്തിയത്, ആ ലാസറിന്റെ കല്ലറയ്ക്കലും ഞാൻ പ്രാർത്ഥിച്ചത് അവിടുന്നല്ലേ കേട്ട് എനിക്ക് വേണ്ടി കൺമുമ്പിൽ നോക്കി നിൽക്കുന്ന ജനം അത്ഭുതം കൂറുമാറ് നാറ്റം വെച്ചവനെ പുറപ്പെടുവിച്ചത്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെല്ലാം അങ്ങ് കേട്ടില്ലേ? ഈ നിമിഷത്തിൽ അങ്ങ് മറഞ്ഞു കളയുന്നതെന്ത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് മറഞ്ഞു കളയുന്നതെന്ത്? ദൈവമക്കളെ, ചിലപ്പോൾ മറഞ്ഞു കളയും കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞതുപോലെ സൂര്യനെയോ ചന്ദ്രനെയോ അല്ല നക്ഷത്രങ്ങളെയോ കാണായികയാൽ രക്ഷപ്പെടുമെന്നുള്ള ആശ പോലും മറ്റുപോയ ഇരുണ്ട രാത്രിയും രാത്രി ഏതെന്നോ പകലേതെന്നോ അറിയാൻ കഴിയാത്ത നിലകളിൽ അല്ലെ വേദന കടിച്ചമർത്തിക്കൊണ്ട് അല്ലെ സൂര്യനെ കാണുന്നില്ല, നക്ഷത്രങ്ങളെ കാണുന്നില്ല, ആരെയും പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത നിലകളിൽ വല്ലാത്ത ഒരു ഒരാവലാതിയുടെ നിമിഷങ്ങൾ ഹല്ലേലൂയ ചില ദിവസങ്ങളായിട്ട് ഇങ്ങനെ കടന്നു പോവുകയാ. ഇല്ല ദൈവവൈതലേ, ഹല്ലേലൂയ, പൗലോസേ, നിന്നെ തകർത്തു കളയാൻ അവൻ അനുവദിക്കില്ല. അല്ല, നീ അവന്റെ അവകാശമാകയാൽ നിന്നെ തെരഞ്ഞെടുത്തൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഈ മാർഗത്തിന് വിപരീതമായി ഒരു ഓടിയ കാലയളവില് നിന്നെ പിടിച്ചെടുത്തൊരു ദൈവം, നിന്നെ തിരഞ്ഞെടുത്തൊരു ദൈവം, ഹല്ലേലൂയ, തിരഞ്ഞെടുത്ത് ഈ വേലയ്ക്ക് ആക്കിയ ദൈവം. ഹല്ലേലൂയ. ഒന്നുകൂടെ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ പറയട്ടെ, ഈ കൃപയിൽ കൊണ്ടുവന്ന ദൈവം, ഹല്ലേലൂയ, ഇന്നലകളിൽ നിന്നോട് കൂടെ ഇരുന്ന ദൈവം, ഇന്നലകളിൽ നിന്നെ പരിപാലിച്ച ദൈവം, ചെറുതും വലുതുമായ ഒത്തിരി കഷ്ടങ്ങളും രോഗങ്ങളും അനർത്ഥങ്ങളും, സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ അനവധി കഷ്ടങ്ങളും സങ്കടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുവാറാക്കിയവനെ. ഹല്ലേലൂയ. കൊല്ലാനല്ല അല്ല തകർക്കാനല്ല. ഹല്ലേലൂയ. പൗലോസേ, ഈ കപ്പൽ ചേരം നിന്നെ തകർക്കാൻ വേണ്ടിയല്ല. വാഗ്ദത്തങ്ങൾ ഇനിയും മുമ്പിലുണ്ടല്ലോ, ചിലതുകൂടെ ഇനിയും നടക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ഈ ആഴിക്ക് നിന്നെ മുക്കാൻ കഴിയത്തില്ല, ഈ കപ്പൽ ചേരത്തിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഇത് നിന്റെ അവസാനമല്ല, ഇത് നിന്റെ ജീവിതത്തിന്റെ അന്ത്യമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവവൈതലേ, അവകാശത്തെ കൈവിടത്തില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്?
ഹല്ലേലൂയ. പൗലോസിനെ പോലെ ഞാനും തകരേണ്ട സ്ഥാനങ്ങളിൽ ദൈവം എന്നെ പരിപാലിച്ചു, ദൈവം എന്നെ സന്ദർഭത്തിൽ വിടുവിച്ചു, ദൈവം എന്നോട് കൂടെ ഇരുന്ന ദൈവത്തിന് സ്തോത്രം. അവകാശത്തെ കൈവിടാത്തൊരു ദൈവം. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ആ ദൈവസന്നിധി പറയണം, കർത്താവേ അവിടുന്ന് എന്റെ അവകാശമാണ്. ഹല്ലേലൂയ. എന്തിനാ എപ്പോഴെപ്പോഴും പറയുന്നേ? ഹല്ലേലൂയ. ഓർക്കുമ്പോഴല്ലോ എന്തിനാ പറയുന്നേ? ഹല്ലേലൂയ. ഞാൻ ചിലപ്പോ പറയാറുണ്ട്, ആ പദം ഉച്ചരിക്കുന്നതിൽ തെറ്റെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഒരു നായയുടെ വിലയെങ്കിലും ദൈവസന്നിധിയിൽ നമുക്ക് കാണിക്കണം. ഹല്ലേലൂയ. യജമാനന്റെ കയ്യിൽ പാത്രം ഇരിക്കുമ്പോൾ മാത്രമല്ല നായ വാലാട്ടുന്നത്. യജമാനന്റെ കയ്യിൽ പാത്രമില്ലെന്നറിയാമെങ്കിലും ഹല്ലേലൂയ, യജമാനനെ കാണുമ്പോൾ, ആ യജമാനൻ വീട്ടിലേക്ക് വരുന്ന ആ വാഹനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതതിന്റെ കൂട്ടിൽ കിടന്ന് എന്തെല്ലാം സ്നേഹപ്രകടനങ്ങളല്ലേ കാണിക്കുന്നത്. അത് കൂടിന്റെ മേളിലേക്ക് ചാടാൻ തുടങ്ങുന്നു. വല്ലാത്തതായ ഒരു ശബ്ദത്തിൽ അതിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഇനി അതിനെ തുറന്നു വിട്ടാൽ അത് ഓടി വന്ന് തോളയിൽ ചാടിക്കയറുന്നു. അതിന്റെ വാലിട്ട് ഇങ്ങനെ ആട്ടി കാണിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, എന്റെ കയ്യിലൊന്നുമില്ല, നിനക്ക് തരാൻ ഒരു ബിസ്ക്കറ്റ് പോലും എന്റെ കയ്യിലില്ല, പിന്നെ എന്തിനാ നീ ഇങ്ങനെ വാലാട്ടുന്നതെന്ന് ചോദിച്ചാൽ അതിന് മൗനമായി പറയാം. അതിന് സംസാരിക്കാനായിട്ട് അതരമുണ്ടെങ്കിലും അതിന് കഴിവില്ലല്ലോ. അത് പറയുന്ന ഒന്നുണ്ട്, നീ ആരാന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന അന്ന് മുതൽ, അല്ലെ എന്നെ ഇവിടെ കൊണ്ടുവന്ന അന്ന് മുതൽ നീ എന്റെ യജമാനന്, എനിക്കൊരു കുറവുമില്ലാതെ നീ എന്നെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നിന്റെ കയ്യിലൊന്നുമില്ലെങ്കിലും നീ എന്റെ യജമാനനെന്ന് പറയാതിരിക്കാൻ എനിക്ക് കഴിയുകയില്ല. ദൈവമേ, അല്ലേലും വല്ലം കിട്ടുമ്പോൾ മാത്രമല്ല ദൈവത്തിന് നന്ദി പറയേണ്ടത്. ഒന്നും കിട്ടാതിരിക്കുന്ന കാലയളവിലും, അല്ല ഒരുപക്ഷെ ആകാശം അടഞ്ഞുപോയി എന്ന് ചിന്തിക്കുന്ന ചില മേഖലകളിലും, ചില രാത്രിയുടെ യാമങ്ങളിലും, ചില അർദ്ധരാത്രിയിലും, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അർദ്ധരാത്രികളിൽ എന്നോട് കൂടെ ഇരുന്ന ദൈവം, ആകാശം അടഞ്ഞുപോയ സന്ദർഭങ്ങളിലും എന്നോട് കൂടെ ഇരുന്നൊരു ദൈവമുണ്ട്. കക്ഷത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും തന്നാലും നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ലെന്ന് എന്നോട് പറഞ്ഞ ഒരു കർത്താവുണ്ട്. അവനെന്നെ കൈവിടുകയില്ല, അവനെന്നെ ഉപേക്ഷിക്കയില്ല. അത് നല്ലവണ്ണം എന്റെ ഉള്ളം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം അവന്റെ അവകാശങ്ങളാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമേ, നിന്നെ കൈവിടാൻ അവന് കഴിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നാം പറഞ്ഞുകൊണ്ടിരിക്കണം, കർത്താവേ അവിടുന്ന് എന്റെ അവകാശമാ, അവിടുന്ന് എന്റെ അവകാശമാ, അവിടുന്ന് അല്ലാതെ വേറെ ആരും എനിക്ക് അവകാശമെന്ന് പറയാനില്ല. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ദൈവം തന്റെ വേലയ്ക്കായി തിരഞ്ഞെടുത്തൊരു ഗോത്രമുണ്ട്, ലേവി ഗോത്രം. അല്ല വേറെ ഭാഗങ്ങൾ എടുത്ത് വായിക്കണമെന്നുണ്ട്, എങ്കിലും സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുക. ലേവി ഗോത്രത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നു, ഇസ്രായേലിനോട് പറയുന്നു, യോശുവയോടും മോശയോടൊക്കെ പറഞ്ഞു, അവർക്ക് നിങ്ങളുടെ ഇടയിൽ ഒരവകാശവും കൊടുക്കരുത്. യഹോവയായ ഞാൻ വാഗ്ദത്തം ചെയ്തതുപോലെ ഞാൻ അവരുടെ അവകാശമാ. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് പറയുന്നു, പൗരോഹിത്യം അവന്റെ അവകാശമാ. ഇസ്രായേലിന്റെ ദഹനയാഗങ്ങൾ അവന്റെ അവകാശമാ. ദൈവത്തിന് സ്തോത്രം. ദൈവവൈതലേ, ഭൂമിയിൽ ആ ദൈവത്തിൻ്റെതായ സന്നദ്ധിയിലായിരിക്കുന്ന ദൈവവൈതൽ ദൈവത്തോട് പറയുക, കർത്താവേ നീ എന്റെ അവകാശമെന്ന് പറയാൻ കാരണം, കർത്താവ് എന്റെ അവകാശമാണോ, എനിക്ക് പിന്നെ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ടി വരികയില്ല. കർത്താവുണ്ടോ, എല്ലാമുണ്ട്. പക്ഷെ കർത്താവില്ലയോ, ഒന്നുമില്ല. ഇത് ദൈവമക്കളുടെ കാര്യമാണ് ഞാനീ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ ഭൂമിയിലായിരിക്കുമ്പോ അവൻ തന്റെ അവകാശത്തെ എന്ത് ചെയ്യത്തില്ല, കൈവിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഈ വായിച്ച സങ്കീർത്തനത്തിലെ ഒരു വാക്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഈ അവകാശത്തെ ദൈവം കൈവിടാതൊക്കെ ഇരിക്കുമ്പോ ഈ അവകാശത്തിന്റെ നേരെ കണ്ണുവെച്ചിരിക്കുന്ന ചില പോരാട്ട ശക്തികളുണ്ട്. വായിച്ച സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചേ. അപ്പൊ അവകാശത്തെ എന്തോ ചെയ്യുന്നുണ്ട്, ചില സമയത്ത് പീഡകളും വരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, തന്റെ ഹല്ലേലൂയ ജനത്തെ, തന്റെ അവകാശത്തെ പീഡിപ്പിക്കാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, കർത്താവിന്റെ അവകാശമായി അവന്റെ കരങ്ങളിലിരിക്കുമ്പോഴും ചിലപ്പോൾ ചില ഭാരങ്ങൾ വരാം, ചിലപ്പോൾ ചില പ്രയാസങ്ങൾ വരാം, ചില ദുഃഖങ്ങൾ വരാം, ചില കഷ്ടതകൾ വരാം. എങ്കിലും കൂടെ കൂടെ ആവർത്തിച്ച് പറയേണ്ട ഒരു വാക്ക്,
കർത്താവേ, അവിടുന്ന് എന്റെ അവകാശമാണ്, അവിടുന്ന് മാത്രം എന്റെ അവകാശമാണ്. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. അതിന്റെ അടുത്ത വാക്യം, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. ഹല്ലേലൂയ. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ, നല്ലൊരവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്ക് കിട്ടിയ അവകാശം തിരുവല്ല ടൗണിലുള്ള 5 സെന്റ് അല്ല, കോട്ടയത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ അതിനേക്കാൾ കൂടുതലുള്ള തലസ്ഥാന നഗരിയിലോ അങ്ങ് ഡൽഹിയിലോ ഉള്ളതല്ല. ഡൽഹിയിൽ 1 സെന്റ് കിട്ടിയാൽ കോടിക്കണക്കിന് വിലയുണ്ട്. ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് കിട്ടിയാലും അതൊക്കെയുണ്ട്. അതുള്ളവൻ ധനവാനാകാമെന്നും അതുള്ളവൻ ഒരുപക്ഷെ ഹല്ലേലൂയ ആ നിലയിലുള്ളതായ ഒരു മാന്യതയിലൊക്കെ മുന്നോട്ട് പോകുന്നവർ കാണാം. ദൈവമക്കളെ, ഈ ഭൂമിയിൽ കാണപ്പെടുന്ന അവകാശം ഒന്നുമില്ലെങ്കിലും കർത്താവ് തരുമ്പോൾ അതെല്ലാം വാങ്ങിച്ചോണം. കൈനീട്ടി വാങ്ങിക്കണം. അതൊന്നും തെറ്റല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവ പൈതലിനെ മാനിച്ചെന്ന് ലോകം പറയത്തക്ക നിലയിൽ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് നേരായ വഴിയിലൂടെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ 2 കരങ്ങളും നീട്ടി അപ്പാ എന്ന് പറഞ്ഞത് വാങ്ങിക്കണം. ദൈവത്തിന് സ്തോത്രം. ചോദിച്ചു വാങ്ങിക്കാൻ ഒരു പ്രാഗൽഭ്യവും നമുക്കുണ്ടാകണം. മാത്രമല്ല, അതിനേക്കാളൊക്കെ കൂടുതൽ കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ഭൂമിയിലെ അവകാശം ഒന്നും കിട്ടിയില്ലെങ്കിലും മേളിൽ നിന്ന് കിട്ടിയ അവകാശം നഷ്ടപ്പെടുത്തരുത്. ലോകത്തിന് വേണ്ടി ഓടി, ഈ ലോകത്തിലെ അവകാശങ്ങൾക്ക് വേണ്ടി ഓടി, മുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ അവകാശമുണ്ടല്ലോ, ആ നിത്യ അവകാശം, ആ പൗരാവകാശം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ മനുഷ്യൻ അല്ലെ ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടിയൊക്കെ പിടിവലി കൂട്ടുന്ന ഒരു കാലയളവ് വേദപുസ്തകത്തിലും അങ്ങനെയുള്ള ചരിത്രമുണ്ട്. ദൈവമക്കളെ, നമുക്ക് ജ്യേഷ്ഠാവകാശവും വേണ്ട, മറ്റൊരവകാശങ്ങളും വേണ്ട. നമുക്ക് കിട്ടിയ അവകാശം കളയാതെ സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. വചനം പറയുന്നു, ഞാൻ അവരുടെ അവകാശം. ഹല്ലേലൂയ. നാം പറയേണ്ട, കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ അവകാശം എന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ട, കർത്താവേ, അവിടുന്ന് എന്റെ അവകാശമാ. അത് നമുക്ക് പറഞ്ഞ് ആ ആത്മീക ബന്ധം അരക്കെട്ടുറപ്പിച്ച് വിശ്വസ്തതയോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സർവശക്തന്റെ കരങ്ങൾ ഒന്നുകൂടെ വിധേയപ്പെടുത്തി കൊടുത്ത് 1 നിമിഷം പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാം. തലകളെ വണക്കി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അവിടുന്ന് എന്റെ അവകാശമാണ്. അവിടുന്ന് എന്റെ അവകാശമായി തീർന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. അല്പസമയം എല്ലാവരും അതരങ്ങൾ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. അവന്റെ അവകാശമായി തീരുവാൻ, ആ അവകാശ ഗോത്രത്തിൽ ഉൾപ്പെടുവാൻ, അല്ലെ തിരഞ്ഞെടുത്തതായ ജനത്തിന്റെ കൂട്ടത്തിൽ വരുവാൻ ദൈവം നമുക്ക് ലഭിച്ച ഭാഗ്യം എത്രയോ ശ്രേഷ്ഠമാണ്. നമ്മുടെ ദേശത്തേക്ക് നോക്ക്, തല ഉയർത്തി നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. നമ്മുടേതായ കുടുംബങ്ങളിലേക്ക് നോക്ക്, അല്ലെ നമ്മേക്കാൾ പ്രാപ്തിയുള്ള എത്രയോ പ്രിയപ്പെട്ടവരില്ലേ. അവരുടെയൊക്കെ നടുവിൽ ആരിലേക്കും ആ കൃപ ചൊരിയപ്പെടാതെ എന്നിലേക്കും നിങ്ങളിലേക്കും ചൊരിഞ്ഞ കൃപ, നമ്മെ തെരഞ്ഞെടുത്ത കൃപ, ഈ പദവിയിലാക്കിയ കൃപ, അവന്റെ സ്വന്തം ജനമെന്നുള്ള പദവിയിലേക്ക് ഇസ്രായേൽ അവന്റെ അംശവും യാക്കോബ് അവന്റെ അവകാശമെന്ന് പറയത്തക്ക അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവസ്നേഹത്തെ ഓർത്ത് ആഴമായി സ്തുതിച്ച് ആ ബന്ധം കാത്തു സൂക്ഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടെ പ്രാണനാഥ, അങ്ങയുടെ പാരപീഠത്തിൽ ഞങ്ങൾ തലകൾ വണക്കുമ്പോൾ ലഭിച്ചതല്ലാതെ, അവിടുന്ന് ഞങ്ങളെ വിശേഷിപ്പിച്ചതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല, ഒന്നും ഞങ്ങൾക്ക് പുകഴാനില്ല, ഒന്നും ഞങ്ങൾക്ക് പ്രശംസിപ്പാനില്ല. കർത്താവേ, നിർത്തിയതല്ലാതെ, ഇത്രത്തോളം കൊണ്ടുവന്നതല്ലാതെ അതിനപ്പുറമായിട്ട് ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. അവരെ അവകാശ ഗോത്രമായി അല്ലെ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതുപോലെ ഹല്ലേലൂയ അവിടുത്തെ ജനമായി തീരുവാൻ ഞങ്ങളെയും തിരഞ്ഞെടുത്തല്ലോ. ഞങ്ങളെ വ്യക്തികളായി, കുടുംബങ്ങളായി, സഭയായി കാലാകാലങ്ങളിൽ അവിടെ തിരഞ്ഞെടുത്തല്ലോ. അവിടുന്ന് ഞങ്ങളുടെ അവകാശമായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് ഞങ്ങളുടെ അവകാശമെന്ന് ഞങ്ങളുടെ അതരങ്ങളിൽ നിന്ന് അങ്ങയോടുള്ള സ്നേഹത്തിൻ്റെതായ ബഹിർഗമനങ്ങളായി പറയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലവണക്കിയ ദൈവമക്കളെ എല്ലാം സഹായിക്കണമേ. അവകാശത്തിന്റെ മേലുള്ള അങ്ങയുടെ പ്രത്യേക പരിപാലനത്തിനായി, പരിഗണനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കൈവിടാത്ത, ഞങ്ങളെ തള്ളിക്കളയാത്ത ഒരു നല്ല കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് സ്തോത്രം. ആ പദവി കാത്ത് സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ കൃപയിൽ നിൽപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. തലവണക്ക് എല്ലാവരെയും ഒരുപോലെ സഹായിക്കണം. തുടർന്നുള്ള ആരാധനയുടെ നിമിഷങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ, വചനങ്ങളൊക്കെ നൽകണമേ. ശുശ്രൂഷകളെ സ്വർഗം നിയന്ത്രിക്കണം. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. കരവും ശബ്ദം ഉയർത്തി സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.